Hello friends, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വെറൈറ്റി ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെണ്ടയ്ക്ക ചമ്മന്തി. എങ്ങനെയാണ് വെണ്ടയ്ക്ക ചമ്മന്തി ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോയിൽ കാണാം. അതിന് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. 4 വെണ്ടയ്ക്ക, കറിവേപ്പില, വറ്റൽമുളക് ഓപ്ഷണലാണ്, 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ, കടുക്, വാളൻപുളി, 4 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്. പാൻ ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ എടുത്തു വെച്ച റിഫൈൻഡ് ഓയിൽ നമുക്ക് ആഡ് ചെയ്യാം. ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് വറ്റൽമുളക് ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഓപ്ഷണലാണ്, എന്നാലും ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. എരിവ് വേണ്ടാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ശേഷം ചോപ്പ് ചെയ്ത് വെച്ച പച്ചമുളക് ആഡ് ചെയ്തിരിക്കുന്നു. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. ഇളക്കുമ്പോൾ ദയവ് ചെയ്ത് സിമ്മിലിട്ട് ഇളക്കാവുള്ളൂ. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വെണ്ടയ്ക്ക നന്നായി ഇളക്കി കൊടുക്കാം, എന്നെങ്കിലേ അതിൻ്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി കിട്ടത്തുള്ളൂ. സോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ചെറുതായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയാണ്. ഏകദേശം വെണ്ടയ്ക്ക ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കണം. ഒരു 15-20 മിനിറ്റോളം മാറ്റി വെച്ച് തണുത്തതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഏകദേശം ഈ പരുവത്തിൽ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ ഒപ്പമൊക്കെ നമുക്ക് നന്നായി ആഡ് ചെയ്ത് കഴിക്കാം. നല്ല ഒരു വെറൈറ്റി ചമ്മന്തി, നല്ല ടേസ്റ്റിയാണ്. വെണ്ടയ്ക്കയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Thanks for watching my video.